ഹായ്, നമ്മൾ ഒടുവിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ ഡെഫേർഡ് എക്സ്പെൻസസ് എങ്ങനെ എൻട്രി ഇടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻട്രി ഇടാനൊന്നും പ്രശ്നമില്ല. ജേണലിൽ ഇപ്പോൾ ഞാൻ മെത്തേഡ് വണ്ണുകൊണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഒരു വെയർ ഹൗസ് എക്സ്പെൻസ് അടക്കുന്നത് 8,000 വെച്ചിട്ട് 12 മാസത്തേക്ക് അടക്കുന്ന വിചാരിക്കുക. 1/5/2022 നമ്മൾ അടക്കുന്നത്. നമ്മളിപ്പം നിലനിൽക്കുന്നത് സെപ്റ്റംബറിലാണെങ്കിലും ഞാൻ കാണിക്കുന്നത് 1/5/2022 മുതലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 1/5/2022 നമ്മൾ പേയ്മെൻറ്റ് അടക്കുമ്പോൾ 96,000 റെൻ്റ് അടക്കുന്നത്, 8,000 പെർ മന്ത് വെച്ചിട്ട്. അപ്പോൾ 1/5 അടക്കുമ്പോൾ വെയർ ഹൗസ് റെൻ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 64,000 ഈ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എഴുതുന്നത്. ബാക്കി 32,000 പ്രീപെയ്ഡിലിടുന്നു, ബാങ്ക് ചാർജസ് എടുക്കുന്നു. ഈ ഒരു മെത്തേഡ് ഓക്കെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് കൊണ്ട് എടുക്കുന്ന ഒരു കമ്പനിക്ക്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലാഭനഷ്ട കണക്കെടുക്കുന്ന ഒരു കമ്പനിക്ക് ഇത് ഓക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊല്ലം, അതായത് മെയ് മുതൽ ഡിസംബർ 31 ഈ ജനുവരി ടു ഡിസംബറാണ് ഫിനാൻഷ്യൽ ഇയർ കണക്കൂട്ടിയിട്ടുള്ളത് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം മെയ് മുതൽ ഡിസംബർ വരെ ആകുമ്പോൾ, കാരണം ഇന്ത്യയിലത് ഏപ്രിൽ ടു മാർച്ച് ആണ്. പക്ഷേ ഇവിടെ ഇത് വേറെ പിന്നെ ഒരു വിദേശത്തൊക്കെ ആണെങ്കിൽ സൗദി പോലുള്ള കൺട്രീസിലാണെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നതും കലണ്ടർ ഇയറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 5 മുതൽ മെയ് മുതൽ ഡിസംബർ 31 വരെ ആകുമ്പോൾ 8 മാസമാണ് ആകുന്നത്. 8 മാസത്തേക്ക് 8 × 8 64,000 ബാക്കി പ്രീപെയ്ഡിലേക്ക് തട്ടുകയാണ്. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൽ കൊല്ലം അവസാനിക്കുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസിൽ 32,000 കിടക്കുക. ഇതാണ് ഒരു മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ച് ഈ ഒരൊറ്റ എൻട്രിയിൽ ആ ഒരു പരിപാടി തീർന്നു. പിന്നീട് അടുത്ത ഇയറിൽ ഇതിനെ തിരിച്ചിട്ടാൽ മതി. അതേസമയം സെക്കൻഡ് മെത്തേഡ് 2 എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ കമ്പനിയോട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അതായത് എക്സാക്ട്ലി എല്ലാ മാസവും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസൊക്കെ കൊണ്ടെടുക്കുമ്പോൾ എക്സാക്ട്ലി അറിയണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ 64,000 രൂപ മെയ്യിലാണ് എക്സ്പെൻസ് വരിക. നമ്മളിപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യാം, അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് കൊണ്ടൊക്കെ എടുക്കും, ഇൻകം എക്സ്പെൻസ് എടുക്കുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മെയ്യിൽ 96,000 എക്സ്പെൻസ് ഉണ്ടാവും. ആ പ്രാവശ്യത്തെ ലാഭം കുറച്ച് കുറഞ്ഞു കാണിക്കും ആ മാസം. തൊട്ടടുത്ത മാസങ്ങളിൽ ആ പ്രശ്നം ഉണ്ടാവില്ല, കാരണം എല്ലാം കൊണ്ടുപോയിട്ട് ആ മെയ്യിൽ വന്നു. അതാണ് ഈ ഒരു ഫസ്റ്റ് മെത്തേഡിൽ ഉണ്ടാവുക. സെക്കൻഡ് മെത്തേഡിൽ അങ്ങനെയല്ല. നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് മൊത്തം കൊണ്ടുപോയിട്ട് പ്രീപെയ്ഡിലേക്ക് ഇടാണ്. ഓക്കെ, പ്രീപേയ്മെൻറ്റിലേക്ക് ഇടുക. കടം അഡ്വാൻസ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. മെയിലാണ് അടക്കുന്നത്, പ്രീപെയ്ഡിലിട്ടു. പിന്നീട് അതായത് 96,000 പ്രീപെയ്ഡ് വെയർ ഹൗസ് റെൻറ്റിലേക്കും ബാങ്കിൽ നിന്ന് പോയി. ഇനി 1/5 കഴിഞ്ഞ് 31/5 ആകുമ്പോൾ എന്ത് ചെയ്യും? വേറെ എൻട്രി വരും. ഓരോ മന്തിലും അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇടാനുണ്ടാവും. ഇത്തരം കേസിൽ മന്ത്ലി ബാലൻസ് ഷീറ്റ് എടുക്കുന്ന കേസിൽ വെയർ ഹൗസ് റെൻറ്റിലേക്ക് ഒരു 8,000 ചാർജ് ചെയ്തു, പ്രീപെയ്ഡ് വെയർ ഹൗസ് റെൻറ്റിന്. അതായത് ഈ പേ ചെയ്ത എമൗണ്ടിൽ 96ൽ 8,000 കുറഞ്ഞു. അത് വെയർ ഹൗസ് എഴുതി തള്ളി, എക്സ്പെൻസായി. അടുത്ത 30/6 വരും വെയർ ഹൗസ് എക്സ്പെൻസ് 8,000, വീണ്ടും കുറഞ്ഞു 8,000. അങ്ങനെ കുറഞ്ഞ് നമ്മൾ കൊല്ലാവസാനമാകുമ്പോഴേക്കും ഇവിടെ പറഞ്ഞ പോലെ 64,000 കുറയും. ബാക്കി 32,000 കൊല്ലാവസാനം ഉണ്ടാവും. ബാക്കി അടുത്ത കൊല്ലവും ഓട്ടോമാറ്റിക്കായിട്ട് കുറയണം. ഇതിപ്പോൾ നമ്മൾ ഓരോ മാസവും നമ്മൾ മാനുവലി എൻട്രി ആണെങ്കിൽ ഓരോ മാസവും നമ്മൾ ഈ ഒരു എൻട്രി ഇട്ട ശേഷം ഓരോ മാസവും നമ്മൾ ഇങ്ങനെ ഓരോ എൻട്രി ഇട്ടുകൊണ്ടിരിക്കണം. അതേസമയം ഒഡൂല് നോർമലി ERPയിൽ ഉണ്ടാകുന്ന ഒരു മെത്തേഡ്, അതായത് ഒഡൂല് അതെങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ നോക്കാം. ഒഡൂ എടുക്കുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ആ 96,000 എൻട്രി ഇടാണ്. പ്രീപേയ്മെൻറ്റിലേക്കാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ എൻട്രി നരേഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. എപ്പോഴും എൻട്രി ഇടുമ്പോൾ കൃത്യമായി നരേഷൻ കൊടുക്കണം. നരേഷൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാകേണ്ടതുണ്ട്. ഇത് പ്രീപെയ്ഡ് വെയർ ഹൗസിലേക്കാണ് ഇടുന്നത്. പ്രീപെയ്ഡ് വെയർ ഹൗസ് റെൻറ്റിലേക്ക് 96,000 ഞാൻ ചാർജ് ചെയ്യും. എൻട്രി ഇടാണ്. ബാങ്ക് 96,000 പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ഇനി പ്രീപെയ്ഡ് ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെയർ ഹൗസ് റെൻറ്റിലേക്ക് 96,000 ഡെബിറ്റിലുണ്ട്. ബാങ്ക് അതിന് കറക്റ്റായിട്ട് ആ എക്സ്പെൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഈ എൻട്രി ഇട്ട ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെത്തേഡാണിത്. ഡെഫേർഡ് എക്സ്പെൻസസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ ഡെഫേർഡ് എക്സ്പെൻസസ് ഉണ്ട്. അതിലേക്ക് പോവുക, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പുതിയതായിട്ട് അടിക്കും പോലെയാണ് ഞാൻ കാണിക്കുന്നത്. വെയർ ഹൗസ് വെയർ ഹൗസ് റെൻ്റ് എക്സ്പെൻസസ് എടുക്കുന്നു. 96,000. അതായത് എത്രയാണ് നമ്മൾ അടച്ചത്? 96,000 ആണ് അടച്ചത്. 31/5 എൻട്രി ഇട്ടിട്ടുള്ളത്. 1/5 എൻട്രി ഇട്ടിട്ടുള്ളത്. 12 മാസത്തേക്കാണ് വാടക, അത് റെൻറ്റ് കൊടുക്കുന്നത്. മന്താണ് സെലക്ട് ചെയ്യുക.
ഫസ്റ്റ് ചാർജ് ചെയ്യേണ്ടത് 31.5-നാണ്. അതായത് ഇതിൽ നിന്ന് 8,000 96 ഡിവൈഡ് ബൈ 12 31.5 ഫസ്റ്റ് ചാർജ് ചെയ്യും. ഇനി കറൻസി ഒക്കെ കറക്റ്റാണ്. മൈ കമ്പനി അത് കമ്പനീൻ്റെ നെയിമാണ്. ഡെഫേർഡ് എക്സ്പെൻസസ് അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ലെഡ്ജർ ഇവിടെ പറഞ്ഞു കൊടുക്കണം. എവിടെ നിന്നാണ് ഇത് ചാർജ് ചെയ്യുന്നത്? അവിടെ നമ്മൾ നേരത്തെ ചാർജ് ചെയ്തിരിക്കുന്നത് പ്രീപെയ്ഡ് വെയർഹൗസ് റെൻറ്റ് എന്നുള്ള ലെഡ്ജറാണ്. ഓക്കെ, ഇനി ഇത് എവിടത്തേക്കാണ് ചാർജ് ചെയ്യേണ്ടത്? എന്താണ് എക്സ്പെൻസസ് എന്നാണ്? വെയർഹൗസ് എക്സ്പെൻസസ് ആണ്, വെയർഹൗസ് റെൻറ്റ് എക്സ്പെൻസസ് ആണ്. അതായത് ഇവിടെ പ്രീപെയ്ഡ് ആണ്, പ്രീപെയ്ഡിനെ വെയർഹൗസിനെ ഡെബിറ്റ് ചെയ്തിട്ട് പ്രീപെയ്ഡിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് സംഭവിക്കുക. ഓക്കെ, ഇനി ഇത് ജേണൽ, ഏത് ജേണൽ ടൈപ്പാണ്? നമ്മൾ മിസ്സലേനിയസ് ജേണൽ എൻട്രി ഇടുന്നത് മിസ്സലേനിയസ് ആണ്. കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യലോട് കൂടി തന്നെ ഇവിടെ 4 പോസ്റ്റർ എൻട്രീസ് കാണിക്കുന്നുണ്ട്. ഈ 4 പോസ്റ്റർ എൻട്രീസ് വരാനാണ് ഞാൻ മെയ് സെലക്ട് ചെയ്തത്. കാരണം ഇപ്പം നമ്മൾ സെപ്റ്റംബറിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാം. ഇത് സോർട്ട് ഓർഡർ മാറ്റാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 31.5-ന് പോസ്റ്റ് ചെയ്തു. കാരണം നമ്മൾ സെപ്റ്റംബറിലാണ് ഓൾറെഡി പോസ്റ്റ് ചെയ്തു. 8,000 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി പോസ്റ്റ് ചെയ്യും. 39-ന് പോകും. ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനിരിക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട്, ബാക്കി പോസ്റ്റർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്രയും ഈ മെത്തേഡിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇനി സെയിം മോഡൽ വേണ്ട, നമ്മൾക്ക് ലെഡ്ജർ എടുത്ത് നോക്കാം. നമ്മളിവിടെ ലെഡ്ജർ എടുത്ത് നോക്കുമ്പോൾ വെയർഹൗസ് റെൻറ്റ് എക്സ്പെൻസസ് ഉണ്ട് 32,000 ഓൾറെഡി ഡെബിറ്റിൽ വന്നു. ഓക്കെ, ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട് 64,000 ഉണ്ട്, അത് ഡെബിറ്റ് അസറ്റ് സൈഡാണ് വരിക. ഓക്കെ, ടോട്ടൽ 96,000. അത് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതില്ല. ഈ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ഓഡൂ തന്നെ പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇതിപ്പം നമ്മളിവിടെ പോസ്റ്റർ എൻട്രീസാണ് കാണിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ഇടുന്നില്ല, എൻട്രി മാത്രമാണ്. അൺപോസ്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അൺപോസ്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് ഇനിയും വരാനുള്ള എൻട്രീസ് കാണിച്ചിട്ടുണ്ട്. ഇനിയും വരാനുള്ള എൻട്രീസാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ വരാനുള്ള എൻട്രീസാണ്, പോസ്റ്റ് ആയിട്ടില്ല. പോസ്റ്റഡ് മാത്രമാണ് നമ്മൾ നേരത്തെ കാണുന്നത്. ഇത്രയാണ് പോസ്റ്റ് ചെയ്ത് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഡെഫേർഡ് എക്സ്പെൻസസ് മാനേജ് ചെയ്യുന്ന മെത്തേഡാണ് അക്കൗണ്ടിങ്ങിൽ. ഡെഫേർഡ് എക്സ്പെൻസസിൽ പോയിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യാം. അപ്പം മന്ത്ലി ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ എടുക്കുന്നവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കുന്നു. താങ്ക് യു. നിങ്ങൾ സംശയങ്ങളൊന്ന് ഫീഡ്ബാക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ല ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞതിന് കൂടുതൽ പറയാനുണ്ടെങ്കിലോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.